വേദം പറയുന്നു. വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, അതുപോലെ മറ്റ് പുസ്തകം, ഖുർആൻ ഒഴിച്ച് എല്ലാം പാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാവരും ജന്മന കർമ്മണ വാഗ്മന കായങ്ങളാൽ പാപികളാണ്. ഇങ്ങനെ പാപികളായ മനുഷ്യവർഗം ഒന്നടങ്കം പാപികളായപ്പോൾ പാപിയുടെ രക്ഷകൻ പക്ഷേ ആ പാപിയിലൊരുത്തനായിരിക്കരുത്. അതുകൊണ്ട് പാപിയെ രക്ഷിക്കാൻ വന്നവൻ മറ്റൊരു മണ്ഡലത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് വന്നു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പാപമില്ലാത്തവനായിരിക്കണം. ഏകദേശം നമ്മൾ അറിയുന്നത് പോലെ 2000 ആണ്ടുകൊണ്ട് ആൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് അവൻ ഈ തലത്തിൽ എല്ലാ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങളിൽ ആര് എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. കൃഷ്ണൻകുട്ടിയുടെ ശൈലിയിൽ പറഞ്ഞാൽ കനത്ര വെല്ലുവിളിയാണ്. നിങ്ങൾ എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. ആരെ ചോദിച്ചു? ഒരുത്തനുമില്ല. അതുകൊണ്ട് ഒരുത്തനും മറുപടി പറഞ്ഞില്ല. മേർഭാഷയിൽ പറഞ്ഞാൽ മണ്ണും മാനവും മുട്ടിക്കിടക്കുന്ന മഷിയുടെ മഹത്തായ ചോദ്യത്തിൽ ഉത്തരം പറയുവാൻ മതിമാന്മാർക്കും മല്ലന്മാർക്കും മാക്സിസ്റ്റുകൾക്കും കഴിഞ്ഞിട്ടില്ല. നേരെ മറിച്ച് യേശു ക്രിസ്തുവിനെ വിസ്തരിച്ച ഗവർണർ പിലാത്തോസ് ആ മനുഷ്യന് ഒരു കുറ്റവും കാണുന്നില്ല. അവൻ നീതിമാനാകുന്നു. പിലാത്തോസിന്റെ ഭാര്യ പിലാത്തോസ് ഇവൻ നീതിമാനാകുന്നു. യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത യൂദാസ്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു തന്നിരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കാൽവരിയിലെ ക്രൂശ് 2 കള്ളർ ഒപ്പം പരിഹസിച്ചു. കുറെ കഴിഞ്ഞ ഒരുത്തൻ നാമോ ന്യായമായത് അനുഭവിക്കുന്ന ഇവനോ അരുതാത്ര ചെയ്തിട്ടില്ല. ലോക ചരിത്രത്തിൽ അരുതാത്ര ചെയ്യാത്ത ഒരുത്തനേയുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു. കുറെ കഴിഞ്ഞപ്പോൾ ക്രൂശിൽ മരിക്കുന്ന യേശുവിനെ കണ്ടിട്ട് ഒരുത്തൻ വിളിച്ചു പറഞ്ഞു, റോമൻ ശതാധിപൻ വിളിച്ചു പറഞ്ഞു, വാസ്തവത്തിൽ ആരാണ്? ദൈവപുത്രൻ തന്നെ. അല്പം കൂടെ കഴിഞ്ഞ് ശവം കാത്ത മറ്റൊരുത്തൻ, ഇവർ നീതിമാനാകുന്നു. ഇതെല്ലാം ക്രിസ്തുവിന്റെ ശത്രുക്കളാണ്. ക്രിസ്തുവിന്റെ ശത്രുക്കൾ. ഇനി മിത്രങ്ങൾ. പത്രോസ് അവൻ പാപം ചെയ്തിട്ടില്ല. പൗലോസ് അവൻ പാപം അറിഞ്ഞിട്ടില്ല. യോഹന്നാൻ അവനിൽ പാപമില്ല. ഇപ്പോൾ യേശു ക്രിസ്തു പാപം ചെയ്യാത്ത, പാപമില്ലാത്ത, പാപം അറിയാത്ത പവിത്രയുടെ പര്യായമായ പരത്തിന്റെ അവതാരമായ പരിപാവന ഭവ്യരൂപമാണ്. ക്രിസ്തുവിനെ പോലെ വിശുദ്ധനായി, ക്രിസ്തുവിനെ പോലെ നിർദോഷനായി, നിഷ്കളങ്കനായി, നിരൂപനായി നിലകൊള്ളുന്ന ഒരു വ്യക്തിപ്രഭാവം ഇവിടെ. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുവാൻ വന്ന പാപരഹിതനായിരുന്നു. അങ്ങനെ പാപരഹിതനായ ഒരുത്തനാണ് നമ്മുടെ കർത്താവ്. അവനെ പാപികളെ രക്ഷിക്കാൻ കഴിയും. എങ്ങനെയാണ് പാപികളെ രക്ഷിച്ചത്? യേശു ക്രിസ്തു പറഞ്ഞത് കുറെ നല്ല ഉപദേശം തരാമെന്നല്ല. പാപത്തിന്റെ ശമ്പളം 2ാം മരണമായ നരകമാണ്. നരകത്തിലേക്ക് പോകുന്നവരെ രക്ഷിക്കാനാണ് വന്നത്. ആ എല്ലാ മനുഷ്യവർഗത്തിനും വേണ്ടി എന്ന് വെച്ചാൽ ഭൂതം, വർത്തമാനം, ഭാവി, ജനിച്ചുകൊണ്ടിരിക്കുന്ന ജനിക്കുവാനുള്ള ജനകോടികളുടെ ഒന്നടങ്കം പാപങ്ങളും പാപരഹിതമായ തന്റെ ശരീരത്തിൽ എല്ലാവർക്കും വേണ്ടി വഹിച്ചുകൊണ്ട് കാൽവരിയിലെ ക്രൂശിൽ 2000 ആണ്ടുകൾക്ക് മുമ്പ് മരണം വരിക്കുവാൻ തീരുമാനിച്ചാൽ അതൊക്കെ വിശദീകരിക്കണമെങ്കിൽ അവിടെ നിന്ന് തന്നെ എനിക്ക് 1.5 മണിക്കൂർ വേണം. ഞാൻ അത്രയും പറഞ്ഞില്ല. നിങ്ങൾക്ക് ചോദ്യത്തിനെല്ലാം കൃഷ്ണൻകുട്ടി മറുപടി പറഞ്ഞിട്ടുണ്ട്. ദൈവം യേശു ക്രിസ്തു ദൈവമാണോ? ദൈവം മരിക്കുമോ? ഇല്ല. യേശു ക്രിസ്തു മരിച്ചില്ലേ? മരിച്ചു. എന്തുകൊണ്ട്? അവൻ പാപം ചുമത്തപ്പെട്ടതുകൊണ്ടാണ് മരിച്ചതില്ലെങ്കിൽ മരിക്കുകയില്ല. എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ പാപമാക്കപ്പെട്ടു. അതുകൊണ്ട് മരിക്കാനുള്ള അർഹത നേടി. അവൻ പ്രിയ സ്നേഹിതരെ, കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ ഈ ലോകത്തിലേക്ക് വരികയും നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ മരിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് ക്രൂശിൽ മരിക്കണം? വാളുകൊണ്ട് വെട്ടിക്കൊല്ലപ്പെട്ടില്ല. റോമൻ പൗരനെ ക്രൂശിൽ തറയ്ക്കരുതെന്നാണ് ചട്ടം. വാറുകൊണ്ട് കെട്ടരുത്, ചാട്ട കൊണ്ട് അടിക്കരുത് നിയമമുള്ളപ്പോൾ യേശു ക്രിസ്തുവിനെ എന്തുകൊണ്ട് വാറുകൊണ്ട് കെട്ടി, എന്തുകൊണ്ട് ചാട്ട കൊണ്ട് അടിച്ചു എന്ന് ചോദിച്ച ഉത്തരം, അദ്ദേഹം വാളുകൊണ്ട് വെട്ടിക്കൊല്ലപ്പെട്ടാൽ റോമൻ പൗരന്റെ സ്റ്റാറ്റസ് വരെ വരും. യഹൂദനാണ് കർത്താവ്. അവിടുത്തെ മേൽ ഉന്നയിച്ച കുറ്റം എന്താണ്? ദൈവദൂഷണം. ദൈവദൂഷണത്തിന് ബൈബിൾ കൊടുക്കുന്ന ശിക്ഷ എന്താണ്? കല്ലെറിയുക. ഒരുത്തരെങ്കിലും പറഞ്ഞു, പിലാത്തോസ് ഞാൻ ഈ മനുഷ്യനെ വിസ്തരിച്ച് ഒരു കുറ്റവും കാണുന്നില്ല. യഹൂദന്മാർ അവനെ ക്രൂശിക്കുക. പിലാത്തോസ് ഹേരോദ വിസ്തരിച്ച് ഒരു കുറ്റവും കാണുന്നില്ല. യഹൂദന്മാർ അവനെ ക്രൂശിക്കുക. പിലാത്തോസ് നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ? യഹൂദന്മാർ കൈസറല്ലാതെ വരെ രാജാവില്ല. പിലാത്തോസ് അങ്ങനെ യഹൂദന്മാരോട് പിലാത്തോസ് വീണ്ടും ചോദിച്ചു, ഞാൻ ഇവനെ വിസ്തരിച്ചൊരു കുറ്റമില്ല. ഉത്സവത്തിൽ തന്നെ വിട്ടുതരുന്ന പതിമുണ്ട്. ഇവിടെ ബർബാസ്, ഇവിടെ ക്രിസ്തു ആരെ വിട്ടുതരണം? ഉടനെ യഹൂദന്മാർ ബർബാസിനെ വിട്ടുതരിക. പിലാത്തോസ് എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ ജനം യഹൂദന്മാർ അവനെ ക്രൂശിക്കുക. പിലാത്തോസ് ഈ നീതിമാന് ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. ഇവന്റെ രക്തത്തിൽ പങ്കില്ല. യഹൂദന്മാർ അവനെ ക്രൂശിക്കുക. ഒറ്റ യഹൂദനെങ്കിലും പറഞ്ഞു അവനെ കല്ലെറിയണമെന്ന്. ന്യായപ്രമാണ പ്രകാരം അവൻ ദൈവദൂഷണം പറഞ്ഞപ്പോൾ അവന് കല്ലെറിഞ്ഞു കൊല്ലാൻ ഒരുത്തനെങ്കിലും പറഞ്ഞു. ഇതൊക്കെ വിശദീകരിക്കാൻ കൃഷ്ണൻകുട്ടിക്ക് കഴിയും. കാരണം ഇവിടുത്തെ സഭക്കാരൊന്നും എന്നെ വിളിച്ചതല്ല. യേശു ക്രിസ്തു എന്നെ വിളിച്ചു പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാനിത് പ്രസംഗിച്ച് കിടക്കുന്നു. പിന്നെ അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏതവൻ പറഞ്ഞാലും അതിന് മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. ഇവിടുത്തെ കുരുക്ഷേത്ര പ്രകാശം എന്ന് പറഞ്ഞ ഒന്ന് ഇവിടെയുണ്ട്.
അവർ യേശു ക്രിസ്തു ഇന്ത്യയിൽ വന്നു എന്ന് കഥ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന് മറുപടി കൃഷ്ണൻകുട്ടി അവിടെ ഇവിടെ വെച്ച് പറയുന്നുണ്ട്. കുറെ താമസിയാതെ പുസ്തകം പുറത്തു വരും. അതുകൊണ്ട് പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തു അവൻ ആരാണെന്ന് പഠിച്ച് മനസ്സിലാക്കും. ഞാൻ യേശു ക്രിസ്തുവിനെ പല ആംഗിളിൽ നോക്കി. ആദ്യം ഞാൻ പറഞ്ഞു യേശു ക്രിസ്തു ഇന്ത്യക്ക് വേണ്ട എന്ന്. പിന്നെ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ യേശു ആരാണെന്ന് നോക്കി. അതുകൊണ്ട് ആദ്യമായി ബൈബിൾ വായിച്ച ഒരു വാക്യം ഇതാണ്: കന്യാസര തടാകത്തിലൂടെ അക്കരയ്ക്ക് പോകുമ്പോൾ ഇളകി മറിയുന്ന സാഗരം, അലറി വിളിക്കുന്ന ശിഷ്യന്മാർ, ഉടനെ ഉണർന്നപാടെ കാറ്റിനെയും കടലിനെയും ശ്വാസമാക്കി അമരിക വാക്കുകൊണ്ട് അമർത്തിപ്പിടിച്ചപ്പോൾ ഞാൻ അടിച്ചു വരുന്ന പ്രചണ്ഡവാദം, അതുപോലെ ഇളകി മറിയുന്ന കടൽ തിരകൾ എല്ലാം പ്രശാന്തതയിലാക്കിയപ്പോൾ അവർ വായിച്ചു, ഇവനാരാണ്? ഇവ കാറ്റിനോടും വെള്ളത്തോട് കൽപ്പിക്കുന്നു, അവ ഇവൻ അനുസരിക്കുന്നു, ഇവനാർ? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ തുടങ്ങിയപ്പോൾ ഒരു കുറിച്ച് പുസ്തകം ഞാൻ ആദ്യമായി എഴുതി. ഇവനാർ എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഇപ്പൊ അത് 10-15 പതിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. അത് വായിച്ച് അനേക രക്ഷിക്കപ്പെട്ടു വരുന്നുണ്ട്. രണ്ടാമത്, യേശുക്രിസ്തുവിനെ മറ്റൊരു ആംഗിളിൽ നോക്കിയപ്പോൾ അദ്ദേഹം കയ്യിൽ വരക്കോലും പിടിച്ച് വീതുളിയും പിടിച്ച് ചെവിയിൽ പെരുസിൽ വെച്ച് നിൽക്കുന്ന ആശാരിയെ പോലെ തോന്നിയപ്പോൾ ഞാൻ മറ്റൊരു പുസ്തകം തൊഴിലാളിയുടെ ക്രിസ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ യേശു ക്രിസ്തുവിനെ റോമാലേഖനം 1:5 അടിസ്ഥാനത്തിൽ അല്പം കൂടെ ചികഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഒരു പുസ്തകം എഴുതി, ക്രിസ്തു തത്വം. പിന്നെ ഞാൻ യേശു ക്രിസ്തുവിനെ നോക്കി. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ മറ്റൊരു ആംഗിളിൽ നോക്കുമ്പോൾ ജയപ്രകാശ് നാരായണ ടോട്ടൽ റവല്യൂഷൻ വന്ന കാലം അത് വായിച്ചപ്പോൾ ടോട്ടൽ റവല്യൂഷനിസ്റ്റ് ആരാണ്? അത് ഞാൻ എഴുതിയൊരു പുസ്തകം യേശു ക്രിസ്തു സമ്പൂർണ്ണ വിപ്ലവകാരി. അത് കഴിഞ്ഞ് പിന്നെയും ക്രിസ്തുവിനെ പല ആംഗിളിൽ നോക്കി 9 സീരിയലുകളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രം എഴുതി. ഇനി 10ാമത്തേത് ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, യേശു ക്രിസ്തു അതുകൊണ്ട് അറിയുന്തോറും അഭൂതപൂർവ്വം അടുത്തടുത്ത് ചെല്ലുന്തോറും ദൈവമായി വളരുന്നവൻ, അകന്നു പോകുമ്പോൾ കയ്യിൽ നീട്ടി അടുക്കൽ വരുന്ന സ്നേഹിതൻ, ഇതുപോലെ അഭൂതപൂർവ്വം ഒരിക്കലും പൂരിപ്പിക്കുവാൻ കഴിയാത്ത അഭൂതപൂർവ്വ സമസ്യയല്ലേ. അതുകൊണ്ട് ആയിരങ്ങൾ ഇവനെ പൂരിപ്പിക്കുവാൻ ശ്രമിച്ചിട്ട് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ആ ശ്രമത്തിലാണ് നമ്മളെല്ലാം. അതുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ഉന്നതനായ, ഉത്കൃഷ്ടനായ, പാപരഹിതനായ ഒരു വ്യക്തിപ്രഭാവം ഇവിടെ ഈ കർത്താവ് ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്ന കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി, നമുക്ക് പകരം കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു. AD 30 ഏപ്രിൽ മാസം 7-ാം തീയതി വെള്ളിയാഴ്ച ഏകദേശം 5 മണി അടുത്തപ്പോൾ യേശു കാൽവരിയിലെ ക്രൂശിൽ കിടന്നുകൊണ്ട് ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ ബൈബിൾ പറയുന്നത്, അപ്പോൾ ദൈവാലയത്തിന്റെ തിരശീല മേൽത്തൊട്ട് അടിയോടെ 2 ചീന്തി. അപ്പോൾ എന്തെല്ലാം സംഭവിച്ചു? ഭൂമി കുലുങ്ങി, പാറകൾ കീറി, മരിച്ചവർ ഉയർത്തു. അതുകൊണ്ട് കർത്താവായ യേശുവിന്റെ കാൽവരിയിലെ ക്രൂശ് മരണം. ഇവിടെ മുസ്ലിങ്ങൾ പറയുന്നത് ഈസാ നബിയെ ഗവർണർ പിലാത്തോസ് വിസ്തരിച്ചു എങ്കിലും ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ അല്ലാഹു അദ്ദേഹത്തെ ആകാശത്തിലേക്ക് എടുത്തു കളഞ്ഞു. അതുകൊണ്ട് ക്രൂശിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തെ അല്ലാഹു ആകാശത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വീണ്ടും അദ്ദേഹം വരും എന്ന് മുസ്ലിങ്ങൾ പറയുന്നു. ക്രിസ്ത്യാനികൾ പറയുന്നു ഈസാ നബിയെ ക്രൂശിച്ചു, അദ്ദേഹത്തെ കല്ലറയിൽ വെച്ചു. അതൊക്കെ വിശദീകരിക്കാൻ സമയം പോകും. യേശു ക്രിസ്തുവിനെ കാൽവരിയിലെ ക്രൂശിൽ പിലാത്തോസിന്റെ ആസ്ഥാനത്തിൽ വെച്ച് ആപാദചൂടൻ അടിച്ചു. അതുകൊണ്ട് കീറിയ ശരീരം, ആ ശരീരത്തിൽ 100 റാത്തൽ സുഗന്ധക്കൂട്ട്, രക്തവും വെള്ളവും ഒഴുകുന്ന ആ ശരീരത്തിൽ 100 റാത്തൽ സുഗന്ധക്കൂട് കുത്തിയാൽ തൊട്ടാൽ പശ പോലിരിക്കുന്ന വെള്ളം, അതിനകത്ത് 100 റാത്തൽ സുഗന്ധക്കൂട്ട് വരിഞ്ഞ് മുറുക്കി വെച്ചാൽ അകത്തിരുന്ന് യേശു ഉയർത്താനും പുറത്ത് വരാത്താൻ കഴിയാത്ത വലിയ കവചമായി മാറും. യേശുവിന് വെച്ചത് ഒറ്റ പാറയിൽ വെട്ടിയുണ്ടാക്കിയ ഒരു കല്ലറയിലാണ്. ഒറ്റ പാറയിൽ വെട്ടിയുണ്ടാക്കിയ കല്ലറയ്ക്ക് ഒരേ വാതിൽ, അതിനകത്ത് ഈ ശരീരം കൊണ്ട് വെച്ചിട്ട് മത്തായി പറയുന്നത് ഒരു കല്ലുരുട്ടി വെച്ചു എന്നാണ്. കൃഷ്ണൻകുട്ടിയാണ് ആ വാക്യം എഴുതിയിരുന്നെങ്കിൽ ഒരു പാരഗ്രാഫ് ഉപയോഗിക്കും. പക്ഷേ ദൈവം വിചാരിച്ച് മനസ്സെങ്കിലും വിശ്വസിച്ചാൽ മതിയെന്ന് അവിടെ ഒരു കല്ലുരുട്ടി വെച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ചുമ്മാതൊരു കല്ലുരുട്ടി വെച്ചതല്ല. നമ്മുടെ ഈ കടകളിലും വീടുകളിലും ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ സ്ഥലം ലാഭിക്കാൻ വേണ്ടി പണ്ട് ചുടികുറ്റിയിൽ നിന്ന് തിരിയുന്ന കഥകളായി. ഇപ്പം അതെല്ലാം പോയിട്ട് വലിച്ചു നീക്കാവുന്ന സംവിധാനമാണ് റെയിൽ അല്ലെങ്കിൽ ചാനൽ. അതിലൂടെ വലിച്ചു നീക്കാം, അതിൽ സ്ഥലം ലാഭിക്കാം. ഇതുപോലെ യേശുക്രിസ്തുവിന്റെ കല്ലറയുടെ മുമ്പിൽ ഒരു ചാലുണ്ടാക്കിയിരുന്നു. അതിൽ ഉരുട്ടിക്കൊണ്ട് വയ്ക്കാവുന്ന ഒരു കൽക്കഥക്. ഗവേഷണത്തിൽ മനസ്സിലായത് 600 പൗണ്ട് ഭാരമുള്ള കൽക്കഥക്. അത് ഈ ചാലിലൂടെ ഉരുട്ടിക്കൊണ്ടുവന്ന് ഈ കല്ലറയുടെ വെട്ടിനകത്തിയിട്ടാൽ ശില്പി വന്നാലും ബുദ്ധിമുട്ടാണ് തുറക്കാൻ. അങ്ങനെയാണ് അത്. അല്ല മത്തായിവനെ ഉരുട്ടി വെച്ച, ചുമ്മാതെ ഉരുട്ടി വെച്ചെന്നല്ല, അങ്ങനെ ഒരു കല്ലുരുട്ടി വെച്ചു. പിന്നീട് യഹൂദന്മാരെല്ലാം കൂടെ യേശുവിനെ കൊന്നു. ഇപ്പോൾ കുഴിച്ചു മൂടി എല്ലാം കൂടെ പോയി. വെള്ളിയാഴ്ചയാണ്, യഹൂദന്റെ പെസഹയാണ്. ആ പെസഹ കുളിയും കഴിഞ്ഞ് പെസഹ ഭക്ഷണം കഴിച്ചു. കുളി കഴിഞ്ഞ് പെസഹ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ പോയി. ഉറക്കം വരികയില്ല.
കണ്ണിൽ നിദ്രാദേവി നൃത്തം വയ്ക്കുമ്പോൾ കാതിൽ അലയ്ക്കുന്ന വേറൊരു ശബ്ദം, നിങ്ങൾ എന്നെ ക്രൂശിക്കും, ഞാനോ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. യേശു പറഞ്ഞ ശബ്ദം കാതിൽ അലയ്ക്കുന്നത് കൊണ്ട് ഒരുത്തിന് ഉറക്കം വരികയില്ല. ക്ഷമിക്കണം, അടുത്ത് കിടക്കുന്ന ഭാര്യമാരെല്ലാം കൂടെ സന്നിധി സംഘത്തിലെ 21 പുരോഹിതന്മാരുണ്ട്. 21 പുരോഹിതന്മാർ ഇവിടെ ഉള്ളപ്പോൾ അവരെല്ലാം ഉറക്കം വരുന്നില്ല. അടുത്ത് കിടക്കുന്ന ഭാര്യമാർ പറഞ്ഞാണ് ഉറങ്ങ. ഈ നസ്രായന്റെ പിന്നാലെ കൂടിയിട്ട് എത്ര വർഷമായി? 3 വർഷം കൊണ്ട് ഇവന്റെ പിന്നാലെയല്ലേ. ഈ 3 രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രിയാണെങ്കിൽ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, നമ്മുടെ ഭാഷയിൽ ഒരുപോലെ കണ്ണടച്ചില്ല. ഇന്നെങ്കിലും ഉറങ്ങ്. അവനെ കൊന്നില്ലേ, കുഴിച്ച് മൂടിയില്ലേ, കല്ലറയിൽ വെച്ചില്ലേ, കുളിച്ചില്ലേ, പക്ഷേ കഴിച്ചില്ലേ, നാളെ വലിയ ശബത്തല്ലേ, ഒരുപാട് പണിയുണ്ട്. ഉറങ്ങ